കിരൺ, ഇപ്പോൾ ഈ മിനിറ്റിൽ നടക്കുന്ന വിവരങ്ങൾ, ഉറിയിൽ നിന്നുള്ള ഷെല്ലാക്രമണം, അമൃത്സറിൽ നിന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ഏത് തരത്തിൽ, ഒപ്പം പാകിസ്ഥാനിൽ സമ്പൂർണ്ണ അലർട്ടിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ഈ സാഹചര്യത്തിലെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? അതിർത്തിയിൽ സ്ഫോടനങ്ങളും പാക് ഷെല്ലിങ്ങുകളും അവസാനിക്കുന്നില്ല എന്നുള്ള വാർത്ത കൂടി ഒരു വശത്ത് വരികയാണ്. നമ്മൾ ഉറിയിൽ നിന്ന് കണ്ടത്, ഉറിയിൽ ഒരു ഗ്രാമീണയായിട്ടുള്ള ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉറി അടക്കമുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഈ മിനിറ്റിലും തുടരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതിനിടയിലാണ് അമൃത്സറിൽ നിന്നുള്ള ജാഗ്രതാ നിർദ്ദേശം വരുന്നത്. ജനങ്ങളോട് വീടിനകത്ത് തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് ഔട്ടിലേക്ക് പോവുകയാണെങ്കിൽ ലൈറ്റുകൾ ഓഫ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ തരത്തിൽ അമൃത്സർ DPRയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങളോട് പരിഭ്രാന്തരാകാതെ ഇരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി അതിനകത്തുണ്ട്. ഇന്നലെ കണ്ടതാണ്, രാജസ്ഥാനും പഞ്ചാബും അടക്കമുള്ള സ്ഥലങ്ങൾ കൂടി ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞു വന്നത്. ഇന്ത്യൻ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കിയ അത് ഫലോഡി, രാജസ്ഥാനിലൊക്കെ ഫലോഡി സൈനിക കേന്ദ്രത്തിന് 20 കിലോമീറ്റർ തൊട്ടടുത്ത് വെച്ചൊക്കെയാണ് അത് നിർവീര്യമാക്കപ്പെട്ടത്. ആ തരത്തിൽ വീണ്ടും കിരൺ ബാബു ഈ പറഞ്ഞ പോലെ തന്നെ ഉറിയിൽ നിന്ന് വരുന്ന ആക്രമണം, ഷെല്ലാക്രമണം തുടരുന്നു ജമ്മു കാശ്മീർ അതിർത്തി മേഖലകളിൽ എന്നുള്ള വാർത്ത തന്നെയാണോ ഈ നിമിഷത്തിലും? ഒപ്പം അമൃത്സറിൽ നിന്നുള്ള ജാഗ്രതാ നിർദ്ദേശം, മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരുന്നു. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? അപർണ, ഏറ്റവും അവസാനമായി കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ രാത്രിയോട് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിക്ക് ഒരു പ്രതിരോധം എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ തിരിച്ചടി എന്ന നിലയ്ക്കോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് LOCക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപകമായ രീതിയിലേക്ക് ഡ്രോൺ വഴി ആക്രമണവും ഷെല്ലാക്രമണവും ഒക്കെ നടക്കുന്നുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സേന അതീവമായ ജാഗ്രതയാണ് പുലർത്തുന്നത്. അവിടെയും ഇവരുടെ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കുന്ന അപൂർവമായ ചില ഡ്രോണുകൾ മാത്രമാണ് ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണിട്ടുള്ളത്. അത് തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സേനയ്ക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തകർന്നു വീണാണ് ഒരു സ്ത്രീ മരിച്ചു എന്നത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് പരിക്കുകളുണ്ട് എന്നുള്ള ചില അനൗദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കാര്യമായ രീതിയിലേക്ക് ഇന്ത്യൻ ഭാഗത്ത് ഏതെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഗത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ രീതിയിലൊക്കെയുള്ള അവിടുന്ന് വരുന്ന ഡ്രോണുകൾ തകർന്നു വീണ് ഉണ്ടായ ചെറിയ നാശനഷ്ടങ്ങളും ചെറിയ രീതിയിലുള്ള കേടുപാടുകളും ഒക്കെ വീടുകൾക്കും ചില കെട്ടിടങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചെറിയ പരിക്കുകൾ മാത്രമാണ് 1-2 പേർക്ക് ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പാകിസ്ഥാന് അങ്ങനെ ഒരു കനത്ത തിരിച്ചടി ഇന്ത്യക്ക് ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ ഉള്ള സാധ്യത ഇന്ത്യ എന്തായാലും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയാണ് ഇന്ത്യ പൂർണ്ണമായും പുലർത്തിയിട്ടുള്ളത്. ഈ 3 സംസ്ഥാനങ്ങൾ, രാജസ്ഥാനിലും പഞ്ചാബിലും കശ്മീരിലും പൂർണ്ണമായും ജാഗ്രത ഇന്ന് പുലർത്തണം എന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലും അത്തരം ഒരു ജാഗ്രത, ഏത് തരത്തിലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നഗരങ്ങളെയോ സ്ഥാപനങ്ങളെയോ ജനവാസ കേന്ദ്രങ്ങളെയോ വിമാനത്താവളങ്ങളെയോ ഒക്കെ ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ, ജെയ്ഷെ മുഹമ്മദിന്റെ, ഹിസ്ബുൾ മുജാഹിദിന്റെയോ ഒക്കെ ഭാഗത്തു നിന്നോ അത്തരം ഒരു ചാവേറാക്രമണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യ പലതരത്തിൽ കാണുന്നുണ്ട്. ഇതിനെതിരെയുള്ള അതിശക്തമായ പ്രതിരോധ കവചം തന്നെയാണ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്തെ ജനങ്ങളോടെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ, രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അലർട്ട് നൽകിയിട്ടുണ്ട്. പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില വിമാനത്താവളങ്ങളിലെ ചില വിമാന സർവീസുകളൊക്കെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ ഇതിലും ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഒപ്പം ഇന്ത്യയിലെ സാധാരണക്കാരായ ഒരു മനുഷ്യരുടെയും ജീവൻ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാഗം കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഡ്രോണൊക്കെ വന്ന് ആക്രമിക്കുക, മിസൈൽ ആക്രമിക്കുന്ന പോലെയല്ല, തൊട്ടടുത്ത് നിന്ന് ഡ്രോണുകൾ വഴിയൊക്കെ ഡ്രോണുകൾ വെച്ച് സ്ഫോടവസ്തുക്കളുമായി ഇന്ത്യയിലേക്ക് വിടാനും ഈ തകർന്നു വീണ് സ്ഫോടനം ഉണ്ടാക്കാനും ഒക്കെ കഴിയും. അത്തരത്തിലേക്ക് ഷെല്ലാക്രമണമൊക്കെ പാകിസ്ഥാൻ LOCയിൽ ഹൈറ്റ്സിൽ പാകിസ്ഥാന് സ്വാധീനമുള്ള ചില മേഖലകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഷെല്ലാക്രമണം നടത്താനും ഒക്കെ കഴിയും. അതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർ ചെയ്യാനുള്ള സാധ്യത കൂടി എന്തായാലും ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അത് പ്രതിരോധിക്കാനുള്ള സംവിധാനം കൂടിയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്.